ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഋത്വിക പാർക്കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ കുംഭാഭിഷേകമാണ്, അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഒരു 5 മണി കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും അമ്പലത്തിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ 6 മണിക്ക് ശേഷമാണ് ഗണപതി ഹോമം തുടങ്ങിയത്. ഇനി ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞതാ ഇവിടെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി പ്രസാദം കഴിക്കലാണ്. ഇനി അത് കഴിഞ്ഞ് ഒരു 8 മണിയായി ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 8:30 8:45 പിന്നെ പൂജയൊക്കെ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പോൾ എല്ലാവരും കൂടി കുറേ നേരം പാർക്കുട്ടിനെയും അതേപോലെ നിവേദിനിയും ചിന്നുവിനെയൊക്കെ കളിയാക്കി കുറേ നേരം സംസാരിച്ച് അങ്ങനെ അമ്പലത്തിലിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പാർക്കുട്ടി ഒരേ കരച്ചിൽ കരഞ്ഞു, വിശക്കണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കേട്ടോ. ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി നീട്ടാണ് വന്നിരിക്കണം, എന്നാൽ കൂടി പാർക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിശക്കണ പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ ഞാൻ ആ ഇടയിൽ കൂടെ പോയി അവൾക്ക് ഉപ്പുമാവും പഴവും കൂടി കൊടുത്തിട്ടാണ് പിന്നെ അവളെയും കൂട്ടി ഇങ്ങോട്ട് അമ്പലത്തിലോട്ട് വന്നത് കേട്ടോ.
അങ്ങനെ 10:45 നമ്മുടെ പൂജയെല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 11 മണിയാകുമ്പോൾ നമ്മൾ സദ്യയ്ക്ക് ഇലയിട്ട് അന്നദാനം തുടങ്ങി. അപ്പോൾ ഇവിടെയുള്ള അമ്പലത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഉച്ചുമകാളിയമ്മ മാരിയമ്മ ക്ഷേത്രമാണ്. ഉച്ചുമകാളിയമ്മ ക്ഷേത്രമാണ് മാരിയമ്മ, അതേപോലെ ഉച്ചുമകാളിയമ്മ, പിന്നെ അതേപോലെ തന്നെ കണ്ഠകർണൻ ശിവൻ എന്നിവരാണ് ഈ അമ്പലത്തിൽ എന്താണ് പ്രതിഷ്ഠ. അപ്പോൾ എനിക്കിത് എങ്ങനെ വിശദമായി പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ അമ്പലം ഉള്ളത് പാലക്കാട് ജില്ലയിൽ കൊടുവായൂർ എന്ന ചെറിയൊരു ഗ്രാമത്തിലെ ഉള്ളിലുള്ള ഒരു പ്രദേശത്തെ കരിഞ്ഞിലാങ്കോട് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തിലെ ഒരു ചെറിയൊരു തട്ടകത്തിലെ ഒരു അമ്പലമാണ്. അതെല്ലാം കഴിഞ്ഞ് മക്കളുടെ ഒരു 2 ഫോട്ടോ ഒരുമിച്ചുള്ളത് എടുക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ 2 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ബൈ.